നമസ്കാരം. 2017 ഫെബ്രുവരി 17 രാത്രി എറണാകുളത്ത് റോഡിൽ നടന്നൊരു കുറ്റകൃത്യം കേരളത്തെ ആകെ പിടിച്ചുകുലുക്കി. പിന്നീട് ഇങ്ങോട്ട് ഇന്ന് വരെ ഇനി അങ്ങോട്ടും കേരളത്തിൽ രാഷ്ട്രീയമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഒക്കെ ചലനങ്ങളുണ്ടാക്കിയ ആ കുറ്റകൃത്യത്തിൻ്റെ അനുരണനം ഇവിടെ ഒച്ചയുണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതൊക്കെ മട്ടിൽ അത് ആലോചിച്ച് നോക്കിയാൽ അന്തവും കുന്തവും കിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസാണ്. നടി ആക്രമിച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി ഒരു നടൻ, ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ തന്നെ ഗൂഢാലോചന കേസിൽ പ്രതിയായി ഉൾപ്പെട്ടു. പിന്നീട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ കീഴ്ക്കോടതി അത് വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടു. അതിൻ്റെ അപ്പീൽ മേൽക്കോടതിയിൽ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെ മട്ടിലേക്ക് പോകും എന്നാണ് ഞാൻ ആദ്യം ആശങ്ക പങ്കുവച്ചത്. ഇപ്പം എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് സംസാരിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ സംഭവത്തിൽ പല വിധത്തിലുള്ള ആളുകൾ പല രീതിയിൽ അറ്റാച്ച്ഡാണ്. അതിൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ റോഷിപാൽ, നമുക്കൊക്കെ അറിയാവുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലെ സീനിയർ ജേർണലിസ്റ്റായി പ്രവർത്തിക്കുന്ന റോഷിപാൽ പുറത്തിറക്കിയ അവൾക്കൊപ്പം എന്ന DC ബുക്സിൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു സർഗാത്മക രചന എന്നുള്ള നിലയിലല്ല, കേരളം ചിന്തിക്കേണ്ട പല കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റകൃത്യത്തിൻ്റെ പിന്നാലെ ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയൊക്കെ സഞ്ചരിച്ചു, അയാൾ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് ഓരോ വഴിയിലും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അദ്ദേഹം സഞ്ചരിച്ച വഴിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നിരവധി സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരിച്ചിട്ടാണ് വന്നത്. നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപക്ഷെ ഒരു 160 പേജുള്ള പുസ്തകമാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന, സാങ്കേതികമായ വായനയുടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത ഒരു ക്രൈമിൻ്റെ പിന്നാലെ ഒരു മാധ്യമപ്രവർത്തകനെ എങ്ങനെ സഞ്ചരിക്കുമെന്നൊക്കെ അടയാളപ്പെടുത്തിയ പുസ്തകമാണ്. പക്ഷേ ഈ പുസ്തകം വായിച്ച് തീർന്നപ്പോൾ, ഞാനത് ഒറ്റ ഇരിപ്പിൽ വായിച്ച പുസ്തകമാണ്. ഇത് വായിച്ചു തീർന്നപ്പോൾ അതിനുശേഷം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കയും ഭീതിയും, നമ്മുടെ ഭരണകൂടവും രാഷ്ട്രീയ സിനിമ മേഖലകളും ഒക്കെ ഏതൊക്കെ മട്ടിലാണ് ഒരു സ്ത്രീയോട്, ഒരു പെണ്ണിനോട് പെരുമാറുന്നത് എന്ന് ചിന്തിച്ച് നമുക്ക് അന്തവും കുന്തവും കിട്ടില്ല. ആദ്യം പ്രതികളിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നത്. ഒരു അനുസ്മരണ ചടങ്ങിൽ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ വെച്ച് മഞ്ജു വാര്യരാണ് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഗൂഢാലോചനയിലേക്കുള്ള അന്വേഷണം ദിലീപിലേക്ക് എത്തും എന്നുള്ള വാർത്ത ആദ്യം മനോരമ പത്രത്തിൽ വരികയാണ്. ആ സമയത്താണ് അങ്ങനെ അതിൻ്റെ ആഭ്യന്തര വകുപ്പ് കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ആലോചനകൾക്കും കഥകൾക്കും ഒന്നും വകുപ്പില്ല എന്നുള്ള നിഗമനം അദ്ദേഹം പരസ്യമായി അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഉന്നതനൊന്നുമില്ല, ഉന്നതനിലേക്ക് അന്വേഷണം എന്നുള്ള വാർത്ത വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദത്തിലായി. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ആ പ്രസ്താവന വലിയ കുഴപ്പത്തിലാക്കി ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ. ആ സാഹചര്യത്തെക്കുറിച്ച് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ, പ്രത്യേകിച്ചും ദിലീപ് അദ്ദേഹത്തിൻ്റെ ബന്ധം ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു എന്ന്. അന്ന് ജോൺ ബ്രിട്ടാസ് വഴി മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പലവിധ ശ്രമങ്ങൾ നടത്തി, ബ്രിട്ടാസിനോട് പലവിധ സന്ദേശങ്ങൾ അയച്ചു. അന്ന് ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കണ്ടില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നയിക്കുന്ന പല വിവരങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ അതിൻ്റെ ചില കാര്യങ്ങളിലേക്ക് മാത്രം കടക്കുന്നു, എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. ദിലീപിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിൽ അറസ്റ്റ് അനിവാര്യമായ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തടസ്സം നിന്നു എന്നുള്ള കാര്യം റോഷിപാൽ വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് എന്താണ് പിന്നെ സംഭവിച്ചത്? ദിലീപിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്ന് ആവർത്തിച്ചിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാടിന് മാറ്റമുണ്ടായിരുന്നില്ല അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ. ഇക്കാര്യം അന്വേഷണത്തിന് മേൽനോട്ട ചുമതലയുള്ള ADGP B സന്ധ്യയെ അറിയിച്ചു. തിരുവനന്തപുരത്തുണ്ടായിരുന്ന ADGP അധികം വൈകാതെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെന്ന് കണ്ടു. കേസിൻ്റെ വിശദാംശങ്ങൾ ധരിപ്പിച്ചു. അന്വേഷണം പ്രതിസന്ധിയിലാണെന്നും ദിലീപിനെ അറസ്റ്റ് ചെയ്യാൻ ഉന്നതർ തടസ്സം നിൽക്കുന്നു എന്നും B സന്ധ്യ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇത്രയും തെളിവുണ്ടായിട്ടും അറസ്റ്റിനെ മടിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ച മുഖ്യമന്ത്രി അന്വേഷണവുമായി സധൈര്യം മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി പച്ചക്കൊടി വീശിയപ്പോൾ ദിലീപിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് B സന്ധ്യ നിർദ്ദേശം നൽകി. ബൈജു പൗലോസ് അറസ്റ്റ് വിവരം ദിലീപിനെ അറിയിച്ചു. വികാര വിക്ഷോഭത്തോടെ ദിലീപ് പൊട്ടിക്കരഞ്ഞു. അറസ്റ്റ് കാവ്യ മാധവനെ അറിയിക്കാൻ പോലീസിന് അനുവാദം നൽകി എന്ന് ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ചർച്ചയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഒരു മേഡമുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വാർത്ത വന്നിരുന്നു. കോടതിയിലടക്കം ഈ കാര്യങ്ങൾ അവർ പരാമർശിച്ചിട്ടുള്ളതാണ്. എന്താണ് അതിന് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗം ഞാൻ പറയാം. കാവ്യമാധവൻ്റെ കാർ ഡ്രൈവറായി പലപ്പോഴും പൾസർ സുനി ജോലി ചെയ്തിരുന്നു. കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിൽ കാവ്യമാധവനൊപ്പം സുനിലിനെ കണ്ടതായി രഞ്ജിമാർ മൊഴി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഇത് സ്ഥിരീകരിച്ചു. തൃശ്ശൂരിലൊരു വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് കാവ്യമാധവൻ പോകുമ്പോഴും പൾസർ സുനിയാണ് വാഹനം
ഓടിച്ചത്. കോടതിയിൽ ഈ കാര്യങ്ങൾ പൾസർ സുനി സമ്മതിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ പുറത്തുവിട്ട ദിലീപിൻ്റെ ഒരു ശബ്ദരേഖ ഉണ്ട്. അതിൽ ഈ കുറ്റകൃത്യത്തിലെ സ്ത്രീ സാന്നിധ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബൈജു ഭായ്, ഈ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതല്ല, വേറെ പണ്ണവൾ അനുഭവിക്കേണ്ടതായിരുന്നു. അവരെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ശിക്ഷിക്കപ്പെട്ടു. ആലുവയിലെ വീട്ടിൽ സുഹൃത്ത് ബൈജു ചെമ്മനാടിനോട് ദിലീപ് പറഞ്ഞതാണ് ഈ കാര്യം. ഈ സമയത്ത് വീട്ടിനകത്തേക്ക് കൈചൂണ്ടിയാണ് ദിലീപ് സംസാരിച്ചതെന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകി എന്നും റോഷിപാൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ കോടതി രേഖകൾ അതുപോലെ തന്നെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ അറസ്റ്റിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പിന്നാലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പലർക്കും പല രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലരുടെ മരണങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്നിലധികം പേരുടെ മരണത്തെക്കുറിച്ച് വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പോകുന്നുണ്ട്. അതോടൊപ്പം മറ്റ് ചില ഓൺലൈൻ ചാനലുകൾ അദ്ദേഹത്തിനെതിരെ ഈ വിഷയത്തിൽ ദിലീപിന് വേണ്ടി രംഗത്തെത്തി ദിലീപിൻ്റെ ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കെതിരെ നിരന്തരമായി അപകീർത്തി പ്രചരണങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാലേന്ദ്രകുമാറിനെതിരെ, ബി സന്ധ്യക്കെതിരെ, ഈ തരത്തിൽ മൊഴി നൽകുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് എതിരെ ആസൂത്രിതമായി അങ്ങനെ ഒരു ചാനൽ ഭാരത് ലൈവ് എന്ന് പറഞ്ഞൊരു ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു മാധ്യമപ്രവർത്തകൻ ഇതിൽ ബാലചന്ദ്രകുമാറിനെതിരായ പീഡന പരാതി ഉന്നയിച്ച സ്ത്രീക്ക്, അതൊരു ഫേക്ക് പരാതിയാണെന്ന് പിന്നീട് തെളിഞ്ഞു, ആ സ്ത്രീക്ക് പണം നൽകിയ വിശദാംശങ്ങളടക്കം നൽകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് മരിച്ചുപോയി. ഈ കേസിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആ ചാനലിലെ ആ പ്രവർത്തകൻ മരിച്ചുപോയി എന്നുള്ളതും അതിലെ നിഗൂഢതയും ബാലേന്ദ്രകുമാറിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങളും റോഷിപാൽ ഒരുപക്ഷെ അദ്ദേഹം സധൈര്യം പറയുന്നുണ്ട്. സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത വിധം ഒരു മാധ്യമപ്രവർത്തകൻ അത്തരത്തിൽ ഇടപെടുന്ന കാര്യം അദ്ദേഹം വിശദമായി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മുൻ DGPയുമായിട്ടുള്ള ഈ ദിലീപിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ്. പ്രതി ദിലീപും മുൻ DGPയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് ഞെട്ടിക്കുന്നതാണ്. ഇരുവരും അടുത്ത സൗഹൃദം പുലർത്തിയതിൻ്റെ കൃത്യമായ സൂചനയാണ് വാട്സപ്പ് ചാറ്റ്. തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ദിലീപിന് അയച്ചു കൊടുത്ത് കാണണമെന്ന് ശ്രീലേഖ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീലേഖയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീലേഖ പല രീതിയിൽ പിന്നീട് പോലീസിൻ്റെ ഈ കേസുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന ശ്രീലേഖ ഈ കേസിൽ നിരന്തരം ഇടപെടാൻ ശ്രമിക്കുന്ന കാഴ്ച, അവരുടെ യൂട്യൂബ് ചാനലിലടക്കം ശ്രമിക്കുന്ന കാഴ്ച, റിട്ടയർ ചെയ്തതിന് ശേഷം പല രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. ആരുടെയും സഹായമില്ലാതെ ചാനൽ ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് സംസാരിച്ചതിനെക്കുറിച്ചും ദിലീപുമായി സംസാരിക്കാനിടയുണ്ടായിരുന്ന സന്തോഷത്തെക്കുറിച്ചും ഒക്കെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ദിലീപിനെ സമൂഹത്തിന് മുന്നിൽ ന്യായീകരിച്ചും വെളുപ്പിച്ചും മുന്നോട്ട് പോയ ശ്രീലേഖയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് റോഷിപാൽ പറയുന്നത്. ദിലീപ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ഗൂഢാലോചനയെ കണക്ട് ചെയ്ത് അവിടെ പല രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. ശ്രീലേഖയുടെ ഇടപെടൽ അങ്ങനെ സംശയാസ്പദമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണത്തെ നയിച്ച ബി സന്ധ്യയെ അപകീർത്തിപ്പെടുത്താനും DGP സ്ഥാനം, അതായത് ക്രമസമാധാന പാലനത്തിനുള്ള DGP സ്ഥാനത്തേക്ക് ഇരുന്നൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് അവരെ തട്ടി മാറ്റുന്നതും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നീക്കമാണ്. അതിൻ്റെ പിന്നിൽ ഈ ദിലീപിൻ്റെ കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിലുള്ള പകയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളും ചില കാര്യങ്ങളും അദ്ദേഹം റോഷിപാൽ ഈ പുസ്തകത്തിൽ കൃത്യമായി ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് നിയമ പോരാട്ടത്തിലൂടെ സംസ്ഥാന പോലീസ് മേധാവി പദവിയിലെത്തിയ TP സെൻകുമാർ സംശയത്തിൻ്റെ നിഴലിലാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സെൻകുമാർ ചുമതലയേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. 2017 ജൂൺ 22-ന് TP സെൻകുമാറുമായി ദിലീപ് ഫോണിൽ സംസാരിച്ചിരുന്നു. പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച ഫോൺ രേഖകൾ അടക്കമുള്ള തെളിവുകളുടെ വിശദാംശങ്ങൾ ഇതിലേക്കാണ് നയിക്കുന്നത്. ഇങ്ങനെ ഉന്നത പോലീസ് കെട്ടിവരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ദിലീപ് കേസുമായി ബന്ധപ്പെട്ട്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നാൽ ബി സന്ധ്യ നേരിട്ട് തെളിവ് സഹിതം മുഖ്യമന്ത്രിയിലേക്ക് ബോധ്യപ്പെടുത്തുകയും അന്ന് പിണറായി വിജയൻ അത് ബോധ്യപ്പെട്ട് മറ്റ് താല്പര്യങ്ങൾ ഇല്ല എന്ന് വ്യക്തമാക്കും വിധം അറസ്റ്റ് ചെയ്യാനും തുടർ നടപടികൾക്കുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഇതെത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭരണകൂടത്തെ കൃത്യമായി സ്വാധീനിച്ച് ഈ കേസിൽ നിന്നും അന്വേഷണ ഘട്ടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാൻ ഈ മുഖ്യപ്രതിക്ക്, കൊട്ടേഷൻ പ്രതിക്ക് കഴിഞ്ഞേനെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പല രീതിയിൽ വെളിപ്പെടുത്തലുകളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട മലയാളി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അതിൽ കൺക്ലൂഷനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലും ഉണ്ടാക്കിയ വലിയ തോതിലുള്ള പ്രചോദനവും ഒക്കെ നടി പിന്നീട് പരസ്യമായി പറഞ്ഞാണ് അവരുടെ അഭിമുഖം റോഷിപാൽ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട 2 തവണയും അല്ലാത്ത ഒന്നിലധികം തവണയും ഉണ്ടാക്കിയ ഇടപെടലിൻ്റെ പ്രചോദനം അവർ പറയുന്നുണ്ട്. ജീവിക്കാൻ മുന്നോട്ട് പോകുന്നതിനും ഒക്കെയുള്ള പ്രചോദനം അവർ വെളിപ്പെടുത്തിയിരുന്നതുമാണ്.
എന്നാൽ മറ്റൊരു മുഖം ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലെ മറ്റൊരു മുഖമാണ്. അതിനെക്കുറിച്ച് റോഷിപാൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ പ്രതിപക്ഷത്തോ എതിർപക്ഷത്തോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പേര് വെളിപ്പെടുത്താതെ റോഷിപാൽ പറയുന്നുണ്ട്. അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അന്ന് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇടപെട്ടതും ഒക്കെ പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അന്ന് ദിലീപിൻ്റെ നാട്ടിലെ ആലുവയിലടക്കമുള്ള ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെട്ടു. ചില വനിതാ MP അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്, വിവാദമായതാണ്. ഈ തരത്തിൽ ചില PT തോമസിനെ പോലുള്ള ചില കോൺഗ്രസ് നേതാക്കൾ KK രമയും ഉമാ തോമസും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടത് റോഷിപാൽ പറയുന്നുണ്ടെങ്കിലും ചില പ്രധാന നേതാക്കളുടെ ഇടപെടൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ഭാഗത്തു നിന്നുള്ള നേതാക്കളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മൗനം ഒക്കെ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതലുള്ള കാര്യങ്ങൾ ജോൺ ബ്രിട്ടാസ് മുഖ്യമന്ത്രി അതുവഴി കടന്നു വന്ന് ഈ പലവിധ ഉദ്യോഗസ്ഥർ ഒക്കെ വഴി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. അതിൽ ഒരു നിഴൽ മാത്രമായി അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരാളുണ്ട്, പേര് പറയാതെ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും പോലീസും ആവും പോലെ ഇതിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന അത് വെട്ടിമാറ്റി നീതി ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് റോഷിപാലും റിപ്പോർട്ടർ TVയും രണ്ടാം ഘട്ടത്തിൽ ഈ കേസിൽ ഇടപെടുന്ന ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ്. ബാലചന്ദ്രകുമാർ ഈ കാര്യം വെളിപ്പെടുത്താൻ മലയാളത്തിലെ മുഖ്യധാര ഒന്നാം നിര ചാനലുകളിലേക്ക് കടന്നു പോവുകയും പലരും അത് റെക്കോർഡ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഭാഗം റെക്കോർഡ് ചെയ്യുകയും ഇത് വെച്ച് ദിലീപിനോട് കാര്യങ്ങൾ വെച്ച് മറ്റ് രീതിയിലേക്ക് വിലവേശാനും സമവായത്തിനും മറ്റ് അദ്ദേഹത്തിനെ സഹായിക്കാനും ഒക്കെയായി പോവുകയാണ് ചെയ്തത്. എന്നാൽ റോഷിപാലിൻ്റെ അടുത്തേക്ക് MV നികേഷ് കുമാറിൻ്റെ അടുത്തേക്ക് പിന്നീട് എത്തുകയാണ്. അത് പിന്നെ റോഷിപാൽ റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം അത് എത്തുകയും അതിൻ്റെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയുമാണ്. അതിന് ശേഷം റിപ്പോർട്ടർ TVക്കെതിരെ നിരന്തരം കേസ്, എനിക്ക് തോന്നുന്നു 4-5 കേസുകൾ പല രീതിയിൽ പല ഇടത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. നികേഷ് കുമാറിനെ പൂട്ടും എന്നുള്ള മട്ടിലേക്ക് ദിലീപും സംഘവും പോവുകയാണ്. ആ കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ. എന്നാൽ ഇതിനൊക്കെ പിന്നിൽ പ്രത്യക്ഷത്തിൽ കാണാതെ ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ തെളിയുകയാണ്. അതിനെക്കുറിച്ച് റോഷിപാൽ പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ആ അധ്യായത്തിലെ പ്രധാന ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ റിപ്പോർട്ടർ TVക്കെതിരെ കേസെടുത്ത സമയത്ത് വലിയ തോതിൽ മാധ്യമങ്ങൾ ഈ തരത്തിൽ അദ്ദേഹത്തിനൊപ്പം മാധ്യമപ്രവർത്തകരൊക്കെ ഒരു വിഭാഗം നിന്നിരുന്നു. എന്നാൽ പലരും നമുക്കറിയാം ഉള്ളിൽ വേറെ തരത്തിലായിരുന്ന ആളുകൾ നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ ഈ കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തവർ രണ്ടാം ഘട്ടത്തിൽ പിന്മാറുന്നത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഉള്ള കാഴ്ചകളുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം മറ്റു രീതിയിലാണ്. അതായത് നികേഷ് കുമാറിനെതിരെ കേസെടുത്തതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയാൻ ആ പ്രമുഖ വെള്ളക്കുപ്പായക്കാരെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു, വിശദാംശങ്ങൾ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് നടിയെ ആക്രമിച്ച കേസ് എവിടെ എത്തില്ല, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. ബാലേന്ദ്രകുമാർ നല്ല തട്ടിപ്പുകാരനാണ്, അയാളെ വിശ്വസിക്കാൻ കഴിയില്ല, നിങ്ങൾ ചെയ്ത അഭിമുഖം ഞാൻ കണ്ടു, അപ്പം തന്നെ അയാൾ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ വീഡിയോ അഭിമുഖം കണ്ടിട്ട് കള്ളനാണെന്ന് ഉറപ്പിക്കുകയാണെന്നാണ് റോഷിപാൽ പറയുന്നത്. എന്നാൽ ബാലേന്ദ്രകുമാർ ശക്തമായ തീരുമാനത്തോടെയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്ന എൻ്റെ വാദം ഈ നേതാവ് അംഗീകരിച്ചില്ല. പൊതുവെ ആരും പറയുന്നത് അംഗീകരിക്കാത്ത ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടെന്ന് സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദിലീപിനെതിരെ വ്യക്തിവൈരാഗ്യം കാണിക്കുകയാണ് ഈ ഉന്നത രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധരാണെന്നും താങ്കൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളെന്നും ഞാൻ വാദിച്ചു. പക്ഷേ ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും പേര് പറഞ്ഞാണ് ഈ ഉന്നതൻ അവർ മോശമാണെന്ന് എന്നോട് പറഞ്ഞത്. ശരീരഭാഷയിലും സംസാരത്തിലും ഈ നേതാവ് ഇരയ്ക്കൊപ്പമല്ല, വേട്ടക്കാരനൊപ്പമാണ് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബോധമുള്ളവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ സമയം നഷ്ടമാക്കാതെ ഞങ്ങൾ അതിജീവിതയ്ക്ക് നീതി കിട്ടും വരെ പോരാട്ടത്തിൽ ഉണ്ടാകുമെന്ന് തറപ്പിച്ചു പറഞ്ഞ് അവിടെ നിന്നും ഞാൻ ഇറങ്ങിപ്പോന്നു. കേസിലെ പ്രതിയുമായി ഈ നേതാവിനുള്ള ബന്ധങ്ങൾ നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇത്തരം തരം താണ സമീപനം ഈ വെള്ളക്കുപ്പായക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ജനനേതാക്കൾ എങ്ങനെ ആകരുത് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുക ഈ നേതാവിനെയാണ്. തൽക്കാലം ഈ പ്രമുഖൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ മാന്യനെ കാലം തുറന്നു കാട്ടുമെന്ന് ഉറപ്പാണെന്നാണ് റോഷിപാൽ പറയുന്നത്. റോഷിപാൽ ഈ നേതാവിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ ചില ഇടപെടലുകൾ നമുക്ക് കാണാം. MV നികേഷ് കുമാറിനെതിരെ അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിന് ശേഷം ഈ എതിർ രാഷ്ട്രീയ പാർട്ടിയിലാണ് MV നികേഷ് കുമാർ എങ്കിലും അദ്ദേഹത്തിനെതിരെ മറ്റൊരു നേതാവിനെതിരെ നടത്താത്തതുപോലെ നിരന്തരമായി പേര് പറയാതെ അദ്ദേഹത്തെ ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിലിട്ടിട്ട് ഒരു സൈബർ വെട്ടുകിളി എന്നുള്ള ആഖ്യാനത്തിന് മുതിർന്ന ഒരു നേതാവിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. നിരന്തരമായി അദ്ദേഹം അവിടെ എന്താണ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരന്തരമായ അറ്റാക്ക് നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, ഒരു നേതാവിൻ്റെ പ്രതികരണങ്ങൾ കാണുന്നുണ്ടാവും. എന്തായാലും ഇത് ആരാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ റോഷിപാലിൻ്റെ വെളിപ്പെടുത്തൽ ഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ്. രാഷ്ട്രീയത്തിൽ, കേരള
രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരാൾ അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം മറ്റൊരു ഭാഗത്തേക്ക് മാറി. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് സർക്കാരൊക്കെ മാറിയ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്കറിയാം. എന്തായാലും കേരള രാഷ്ട്രീയത്തിലും സകല മേഖലകളിലും സ്വാധീനം ചെലുത്തിയ നടിയെ ആക്രമിച്ച കേസ് അങ്ങനെ മലയാളി മറക്കേണ്ടതല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ആർ റോഷിപാലിൻ്റെ ഈ ദൗത്യം അവൾക്കൊപ്പം എന്ന ഈ പുസ്തകം DC ബുക്സ് പുറത്തിറക്കിയത് ഓരോരുത്തരും വായിക്കേണ്ടതും അത് വായിച്ച് ആശങ്കപ്പെടേണ്ടതുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത് വാങ്ങി വായിക്കുക. എന്തായാലും ഈ വായനയിലൂടെ നമുക്ക് കേരളത്തിൻ്റെ ഒരു ചിത്രം ലഭിക്കും. ആ ചിത്രം എങ്ങനെയുള്ളതായിരിക്കും എന്ന് വായിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ബോധ്യം സൂക്ഷിച്ചു വെക്കുകയും വേണം. നന്ദി, നമസ്കാരം.